പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഈ കഴിഞ്ഞ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഏറ്റവും നല്ല രീതിയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ അവർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യാനുമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചടങ്ങിൽ ഇവിടെ എനിക്ക് മുൻപേ വിദ്യാർത്ഥികൾക്ക് അനുമോദനം അർപ്പിക്കുകയും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്ത കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ ഇവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള CBSE സ്കൂൾ നാഷണൽ കൗൺസിൽ ഓഫ് CBSE സ്കൂളിന്റെ സെക്രട്ടറി ജനറൽ ശ്രീമതി ഡോക്ടർ ഇന്ദിര രാജൻ അവർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത് ജി മീനാഭവൻ, പഞ്ചായത്ത് അംഗം ശ്രീമതി ശിവറാണി, ഈ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് നേതൃത്വം നൽകുന്ന ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ സ്റ്റീഫൻ ജോസഫ്, മറ്റ് ഡയറക്ടർമാരായിട്ടുള്ള സെബാസ്റ്റ്യൻ ജി മാത്യു, ശ്രീ ജോർജ് തോമസ് പി, സന്തോഷ് കുമാർ പി, ഇന്നിവിടെ കേരളത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള ഗൗരി ശങ്കർ ഉൾപ്പെടെ വിവിധ വളരെ നല്ല രീതിയിൽ വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, ഈ ബ്രില്യന്റിലെ അധ്യാപകരെ, അവരുടെ മറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, എല്ലാവർക്കും എന്റെ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു. കാരണം ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോ ബഹുമാന്യനായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി അവർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ നിലവിലുള്ള സ്ഥിതിയെ കുറിച്ച് സൂചിപ്പിച്ചു. ഒരു കാലത്ത് സാധാരണ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഏറ്റവും കഴിവ് തെളിയിച്ചവരായിട്ട് ധാരാളം മലയാളികൾ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ക്രമേണ ആ സംഖ്യയിൽ വലിയ കുറവ് വന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. കേരളം ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തിച്ചേരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റു പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ് കേരളത്തിലെ പെൺകുട്ടികൾ നേടിക്കൊണ്ടിരിക്കുന്ന വിജയം. കാലത്തെ കുറിച്ച് ആളുകൾ തമാശയായിട്ട് പറയാറുണ്ടായിരുന്നു. ഡൽഹിയിൽ പല കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് in Delhi we don't run from pillar to pillar but we run from pillai to pillai. ഇതായിരുന്നു ഡൽഹിയിലെ സ്ഥിതി എന്ന് പണ്ട് പറയായിരുന്നു. ഇന്ന് ആ സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല, ആ മേഖലയെ ബാധിച്ചിരുന്ന നിലവാര തകർച്ച, അതിൽ നിന്ന് അതിനെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ബ്രില്യൻ സ്റ്റഡി സെന്റർ വഹിക്കുന്ന പങ്കിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള 4 ചെറുപ്പക്കാർ അവരാരംഭിച്ച പ്രവർത്തനം ഇന്ന് കേരളത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന് മുഴുവൻ തന്നെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട്
ഈ ബ്രില്യൻ സ്റ്റഡി സെന്റർ മാറിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷത്തോടു കൂടിയാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ന് പാല എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് മാറുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു കാലത്ത് തൃശ്ശൂരായിരുന്നു ഇങ്ങനെയുള്ള ഈ എൻട്രൻസ് എക്സാമിനേഷന് താല്പര്യമുള്ള ആളുകൾക്ക് പോയിരുന്ന ഒരു കേന്ദ്രം. പക്ഷെ ഇന്ന് ധാരാളം കുട്ടികൾ പാലയിൽ വന്ന് പഠിക്കാൻ ഇവിടുത്തെ സ്കൂളുകളിൽ, ഇവിടുത്തെ +2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെ പഠിക്കാനായിട്ട് വരുന്നത് അവർക്ക് അതോടൊപ്പം ബ്രില്യൻസിലെ കോച്ചിങ് ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരികയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മള് ലോകം മുഴുവൻ ഒരു മാറ്റത്തിന്റെ, അതോടൊപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാരിയുടെ, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോ ഇന്ത്യ അതിനെ എങ്ങനെ പ്രതിരോധിച്ചു എന്നുള്ളതിനുമായിട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ പരിശോധിച്ചാൽ, താരതമ്യം ചെയ്താൽ മറ്റ് നിരവധി മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തവണ ഈ കോവിഡിനെതിരായിട്ടുള്ള വാക്സിൻ, ഈ വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നതിൽ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ മുൻകാലങ്ങളിൽ നിന്ന് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ ഇതിനു മുൻപുണ്ടായിട്ടുള്ള വിവിധ അസുഖങ്ങൾ, മഹാമാരികൾ, ആ മഹാമാരികളിൽ ചുരുങ്ങിയത് 20 മുതൽ 40 വർഷങ്ങൾക്ക് ശേഷമാണ് ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിൽ വാക്സിൻ വികസിപ്പിച്ചതിന് ശേഷം ഇന്ത്യയിൽ ആ വാക്സിൻ എത്തിച്ചേരുന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് എല്ലാവർക്കും അറിയാം, 2020 ജാനുവരി 30-ാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് രോഗബാധിതയായിട്ടുള്ള ആളെ കണ്ടെത്തിയത്. ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുന്നത്. ഏപ്രിൽ മാസം 16-ാം തീയതി തൊട്ട് 9 മാസങ്ങൾ കഴിഞ്ഞ് 2021 ജാനുവരി 16-ാം തീയതി നമ്മൾ ആദ്യത്തെ വാക്സിൻ, ആ വാക്സിൻ ഇന്ത്യയിൽ ആദ്യത്തെ വാക്സിനേഷൻ നടക്കുന്നത് 2021 ജാനുവരി 16-ാം തീയതിയാണ്. അതായത് കേവലം 9 മാസങ്ങൾക്കകം വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുടെ, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധന്മാരുടെ അവരുടെ കഴിവിന്റെ സാക്ഷ്യമാണ്. ഞാനിത് പറയാൻ കാരണം, നിങ്ങളെല്ലാവരും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ, വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകളായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ നേട്ടം, ആ നേട്ടത്തിന്റെ പിൻഗാമികളാകാൻ, ആ നേട്ടത്തിന്റെ പിന്തുടർച്ചക്കാരാകാൻ, ആ നേട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമുള്ളവരായിട്ടാണ് ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും കാണുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ന് ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങളുടെ ഒരു വലിയ അംഗീകാരമാണ്.
അതിന് അനുസൃതമായിട്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസ നയം നമ്മളെ ലോകത്തിന്റെ മറ്റ് രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ ഇന്ത്യയിലെ ഓരോ ചെറുപ്പക്കാരനും കഴിവ് നൽകുന്ന, അവന് ശേഷി നൽകുന്ന ഒരു നയം എന്നുള്ള നിലയിലാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. ആ വിദ്യാഭ്യാസം കേവലം അറിവ് നേടാൻ വേണ്ടി മാത്രമുള്ള വിദ്യാഭ്യാസ നയമല്ല, പകരം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള, അത് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അതിന് ഈ നമ്മുടെ രാജ്യത്തെ ഓരോ വിദ്യാർത്ഥിയെയും പ്രാപ്തനാക്കുന്ന ഒരു സമീപനമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലുള്ളത്. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന കേട്ടിരുന്ന ഒരു വാക്കുണ്ട്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തൊഴിൽ തേടി അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള വാക്കുകൊണ്ടാണ്. മസ്തിഷ്ക ചോർച്ച, അതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്ക്. ആ പ്രക്രിയ ഒരു ഒഴിവാക്കേണ്ടത് ഒരു പ്രവണതയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ മസ്തിഷ്ക ചോർച്ചയായിട്ട് കാണുന്നതിന് പകരം നമ്മളതിനെ കാണുന്നത് we consider the Indian youth who get educated in India travel to the outside world looking for avenues, opportunities. We consider them as they are making the whole world their workplace. We consider them as persons who can go out to the world where they can exhibit their talent, where they can express their talent, where they can bring about development in the whole world. So we consider it as this phenomenon, as Indian youth turning the world, as considering the world as their workplace. We no more consider it as a brain drain. We no more consider it as something avoidable. We feel that Indians should go out to the world. That's why in the US, in the IT industry, Indians dominate. In the medical industry, Indians dominate. You go out to any country, Indians have established their supremacy in every field of public activity, in every aspect of knowledge. That's the change that has happened. And the new education policy is to build that capacity, to empower the youth so that they can go out to the world and they can express their talent, they can showcase their talent. And I would say now the startup industry that is coming, that is growing in India. We are having one of the fastest growing startup sector in the whole world. ആ കാര്യത്തിൽ ഞാനിപ്പോ ശ്രീ നമ്മുടെ ഈ സെബാസ്റ്റ്യൻ മാത്യുവിനോട് ഞാൻ പറയാം, ശ്രീ ജോർജ് തോമസിനോട് ഞാൻ പറയായിരുന്നു, ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള വാക്ക് കേൾക്കുന്നതിന് മുൻപേ നിങ്ങൾ 4 പേരും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എഫേർട്ട്, I
consider it as a startup. ആ സ്റ്റാർട്ടപ്പ് അത് തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ ഇന്ന് അത് പ്രാവർത്തികമാക്കാൻ നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ, അവരെ എല്ലാവരെയും അതിന് പ്രാപ്തരാക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിട്ട് ബ്രില്യന്റ് മാറിയിരിക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ബ്രില്യന്റ് കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ വരും കാലങ്ങളിൽ കേരളത്തിന്റെ വികസനത്തിന്, ഈ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ അത് സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ ഏറ്റവും നല്ല രീതിയിൽ, പ്രശംസാർഹമായിട്ടുള്ള രീതിയിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ, നീറ്റ് എക്സാമിനേഷനിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ള, ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ, അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അവർക്ക് ആശംസകൾ നേരുന്നു. അതോടൊപ്പം അവരുടെ ഈ നേട്ടത്തിന് കാരണക്കാരായിട്ടുള്ള അവരുടെ രക്ഷാകർത്താക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസം, ഞാൻ കഴിഞ്ഞ ദിവസവും നമ്മുടെ പുതിയ നേവി ചീഫ് ശ്രീ ഹരികുമാർ, മലയാളിയായിട്ടുള്ള ആദ്യത്തെ നേവി ചീഫാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അമ്മ, അദ്ദേഹത്തിന് എന്റെ വിദ്യാഭ്യാസത്തിൽ വഹിച്ച പങ്കിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. 11 ക്ലാസ്സുള്ള തമിഴ്നാട്ടിലെ സ്കൂളിൽ 6ാം ക്ലാസ് വരെ പഠിച്ച്, തഞ്ചാവൂരിൽ പഠിച്ച്, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയ ഒരാളാണ് ഹരികുമാറിന്റെ മാതാപിതാക്കൾ. ഹരികുമാർ 6ാം ക്ലാസ്സിലേക്കാണ് തിരുവനന്തപുരത്ത് വരുന്നത്. 6ാം ക്ലാസ്സിൽ വന്നപ്പോ അവിടുത്തെ തിരുവനന്തപുരത്തെ സ്കൂളുകളൊക്കെ പറഞ്ഞു, ഈ കുട്ടിയെ 6ാം ക്ലാസ്സിൽ ചേർക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ 10ാം ക്ലാസ് വരെയുള്ള സംവിധാനമാണ്. ഈ കുട്ടി 11ാം ക്ലാസ് വരെയുള്ള സംവിധാനത്തിൽ 6ാം ക്ലാസ്സിലാണ് എത്തിയത്, അതുകൊണ്ട് ഇവിടെ 5ാം ക്ലാസ്സിൽ ചേർക്കും. ആ അമ്മ വളർന്നില്ല, അമ്മ അത് വിട്ടുകൊടുത്തു. അമ്മ പല സ്കൂളുകളിൽ പോയി. അവസാനം തിരുവനന്തപുരത്തെ മൗണ്ട് കാർമൽ സ്കൂളിൽ അവിടുത്തെ സിസ്റ്റർമാര്, അവിടുത്തെ അധ്യാപകര്, മാനേജ്മെന്റ് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഫോർമലായിട്ട് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഈ കുട്ടിയെ ഞങ്ങൾ ഇവിടെ പഠിക്കാൻ, പ്രൈവറ്റ് സ്റ്റഡി ആയിട്ട് പഠിക്കാൻ ഞങ്ങൾ അനുവദിക്കാം, 6ാം ക്ലാസ്സിൽ. അങ്ങനെ 6ാം ക്ലാസ്സിൽ പഠിച്ചു. തുടർന്ന് മന്നം മെമ്മോറിയലിൽ തുടർന്നുള്ള വിദ്യാഭ്യാസം നടത്തി. കാരണം ആ കാർമൽ സ്കൂളിൽ ആൺകുട്ടികൾക്ക് പഠിക്കുന്നതിന് 7ാം ക്ലാസ്സിനപ്പുറത്ത് പഠിക്കാൻ നിർവാഹമില്ല. മന്നം മെമ്മോറിയൽ സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ്സിൽ പാസ്സായി. എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആ കുട്ടിക്ക് നഷ്ടപ്പെടുമായിരുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ നിന്ന് ആ അമ്മയുടെ പരിശ്രമം കൊണ്ടാണ് ഹരികുമാർ രക്ഷപ്പെട്ടത്. ആ ഒരു വർഷം ഹരികുമാറിന് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഹരികുമാർ നേവൽ ചീഫ് ആവില്ലേ? ഞാൻ എന്റെ സ്വന്തം ജീവിതത്തെ കുറിച്ച് ഞാൻ പലപ്പോഴും വിലയിരുത്താറുണ്ട്. ഞാൻ അന്ന് ഹരികുമാറിനോട് പറഞ്ഞു, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്കാർക്കും അതില് നിയന്ത്രണം ഉണ്ടാവില്ല. അച്ഛനമ്മമാർ എത്ര പരിശ്രമിച്ചാലും, നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു നിലവാരമുണ്ട്, അതനുസരിച്ചേ പോലും. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ രക്ഷാകർത്താക്കൾ നമുക്ക് അവരെ ഏത് സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചു, എവിടെയൊക്കെ നമ്മളെ ക്ലാസ്സിൽ ചേർത്തു, ആ തീരുമാനമെടുത്ത രക്ഷാകർത്താക്കളാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ, നമ്മുടെ വളർച്ചയ്ക്ക് പിന്നിൽ. അപ്പൊ അച്ഛനമ്മമാർ നൽകുന്ന വിദ്യാഭ്യാസം, അവർ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനവും, ഈശ്വരൻ തരുന്ന ആരോഗ്യം, അതാണ് ഒരു മനുഷ്യന്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹരികുമാറിനോട് ഹരികുമാർ പറഞ്ഞു, തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ എന്റെ അമ്മ അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു ശ്രമം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ നേവിയിൽ വരുമായിരുന്നു, പക്ഷെ ഞാൻ വൈസ് അഡ്മിറലായിട്ട് നിൽക്കാനില്ല.
ഞാൻ അഡ്മിറലാവില്ലേ? ഞാനത് പറയാൻ കാരണം ഇവിടെ ഇരിക്കുന്ന രക്ഷാകർത്താക്കൾ അവര് നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടത്തിന്റെ പിന്നിൽ അവർ നടത്തിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം എന്ന് ഈ വിജയം കൈവരിച്ചിട്ടുള്ള ഓരോ വിദ്യാർത്ഥിയെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ. അതുകൊണ്ട് അവസാനമായിട്ട് നിങ്ങൾ ഓരോരുത്തരും നടത്തിയിട്ടുള്ള കഠിനാധ്വാനം, ഏത് വിജയത്തിന്റെയും അടിസ്ഥാനം ഇറ്റ്സ് 99% perspiration and 1% basic talent and inspiration. 99% perspiration, 99% കഠിനാധ്വാനം. എനിക്കറിയാം ഇന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് പോകുന്ന ധാരാളം ആളുകൾ സിവിൽ സർവീസിനടക്കം തയ്യാറെടുപ്പ് നടത്തുന്ന ആളുകളാണ്. സിവിൽ സർവീസിലും ഞാൻ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോ 1-2 പേരോട് സംസാരിച്ചു. അവർ പറഞ്ഞു ആദ്യത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഞങ്ങൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് തുടങ്ങി, ഞങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി. അറ്റംപ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടല്ല രണ്ടാമത്തെ അറ്റംപ്റ്റ് നോക്കണമെന്ന് ആലോചിക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് എന്താണ് റിസൾട്ട് വരിക, ജയിച്ചു എന്നിരിക്കട്ടെ, സെലക്ടഡ് ആയിരിക്കട്ടെ, കുഴപ്പമില്ല, സെലക്ടഡ് ആയില്ലാതിരിക്കട്ടെ, എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങി. 99% പെർസ്പിറേഷൻ. ആ പെർസ്പിറേഷൻ കഠിനാധ്വാനത്തിന് സമാനമായിട്ട് അതിന് പകരം വെക്കാനുള്ളതായിട്ട് യാതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ആ കഠിനാധ്വാനം നിങ്ങൾ ഇപ്പോ നേടിയിട്ടുള്ള വിജയത്തിന്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അതാണ്. അതായിരിക്കും നിങ്ങളുടെ ജീവിത വിജയത്തിന്റെയും അടിസ്ഥാനം. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത് ആദ്യത്തെ അംഗീകാരമാണ്, പക്ഷെ ഇത് അവസാനത്തെ അംഗീകാരമായിരിക്കില്ല. വരുന്ന കാലങ്ങളിൽ കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടാനായിട്ട് കഠിനാധ്വാനത്തിന്റെ ആ സ്വഭാവം, അടിസ്ഥാനപരമായിട്ടുള്ള ഗുണം, ആ ഗുണം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.